ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിനോടനുബന്ധിച്ചുള്ള 15 ദിവസത്തെ നോമ്പിലൂടെ കടന്നു പോവുകയാണല്ലോ. ഈ നോമ്പുകാലം ഉപവാസത്തിൻ്റെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും സമയം മാത്രമല്ല, പരിശുദ്ധ അമ്മയുടെ വിശ്വാസം, വിനയം, ദൈവഹിതത്തോടുള്ള സമ്പൂർണ്ണ സമർപ്പണം എന്നിവ നമ്മുടെ ജീവിതത്തിൽ ആഴത്തിൽ പകർത്താനുള്ള അനുഗ്രഹീതമായ അവസരവുമാണ്. ഇന്ന് സഭ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ലാളിത്യവും വിശുദ്ധിയും അർപ്പണബോധവും നിറഞ്ഞ ഒരു വൈദികനായിരുന്നു അദ്ദേഹം. പ്രാർത്ഥനയിലൂടെയും കുമ്പസാര ശുശ്രൂഷയിലൂടെയും അനേകരെ ദൈവത്തിലേക്ക് നയിച്ച അദ്ദേഹം ഇന്ന് ലോകമെമ്പാടുമുള്ള വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനായി ആദരിക്കപ്പെടുന്നു. അതിനാൽ തന്നെ ഇന്ന് വൈദികരുടെ ദിനമായും നാം ആചരിക്കുന്നു. ഈ അവസരത്തിൽ നമ്മുടെ എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് നമ്മുടെ ഇടവക വികാരിയെയും മറ്റെല്ലാ അച്ഛന്മാരെയും പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കാം. ദൈവം അവരോരോരുത്തർക്കും ആരോഗ്യവും ആത്മീയ ശക്തിയും നൽകി വിശുദ്ധിയോടും സ്നേഹത്തോടും കൂടി സഭയെ നയിക്കാൻ അനുഗ്രഹിക്കട്ടെ. ഗബ്രിയേൽ ദൂതന്റെ സന്ദേശം ലഭിച്ചപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞത്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. അതെ, മനുഷ്യരാശിയുടെ രക്ഷയുടെ ചരിത്രത്തിന് വഴി തുറന്നു. ജീവിതത്തിലെ സന്തോഷത്തിലും ദുഃഖത്തിലും, പ്രത്യേകിച്ച് കുരിശിന്റെ ചുവട്ടിലും അമ്മ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അതുകൊണ്ടാണ് ദൈവം അവളെ ആത്മാവോടും ശരീരത്തോടും കൂടി സ്വർഗമഹത്വത്തിലേക്ക് ഉയർത്തിയത്. ഈ നോമ്പുകാലത്ത് പരിശുദ്ധ അമ്മയെപ്പോലെ പ്രാർത്ഥനയിലും വിനയത്തിലും വിശ്വാസത്തിലും വളരാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കുടുംബങ്ങൾക്കും സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയം തന്റെ മധ്യസ്ഥത്താൽ നമ്മെല്ലാവരെയും തന്റെ പുത്രനായ ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിക്കട്ടെ. മറിയം ചരിത്രത്തെ റിപ്പയർ ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരി റീക്രിയേറ്റ് ചെയ്യുകയാണ്. സൃഷ്ടിയെ വീണ്ടും പുനഃസൃഷ്ടിയിലേക്ക് നയിക്കുകയാണ് മറിയത്തിലൂടെ ദൈവം തമ്പുരാൻ. സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് ഇരുട്ടിലായിരിക്കുന്നവർക്ക് നിലാവെളിച്ചം പകർന്നു കൊടുക്കുന്നവളാണ് മറിയം. അതുപോലെയാകണം നമ്മൾ എപ്പോഴും മിശിഹായോട് ചേർന്നിരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്താൻ, മിശിഹായോട് ചേർന്ന് മാത്രം ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താൻ നമുക്കും കഴിയട്ടെ. കുടുംബജീവിതം നയിക്കുന്ന ഭാര്യ, ഭർത്താവ് ഈ റെസ്പോൺസിബിലിറ്റീസിന്റെ ഉത്തരവാദിത്വത്തിന്റെ അധിക ഭാരം കൊണ്ട് വലഞ്ഞു പോകുന്നവർ, എന്നെ കേൾക്കുന്ന ഒരു അച്ഛൻ, ഒരു കന്യാസ്ത്രീ, നമ്മുടെ ശുശ്രൂഷയുടെ അധിക ഭാരം കൊണ്ട് ക്ഷീണിതരായും മടുത്തും പോകുന്നവര്, നിങ്ങൾ ഓർക്കേണ്ടത്, മറിയത്തെ ഒരുക്കിയ ദൈവം ദൈവത്തിന്റെ പരിപാലനയിൽ നിന്നെയും ഒരുക്കുന്നുണ്ട്. ദൈവം നിന്നെ കാണുന്നുണ്ട്. ദൈവത്തിന്റെ മനസ്സിൽ നീ ഉണ്ട് എന്ന് തിരിച്ചറിയണം. എനിക്കൊരമ്മയുണ്ട്, സാഗരത്തെ ശാസിച്ചോന് ആരീരം പാടിയൊരമ്മയുണ്ട്. കരുതാ എനിക്കൊരമ്മയുണ്ട്, ഈ വിശ്വം